ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശ് മേനോനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആകാശ് മേനോനാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കാണാത്തതിൻ്റെ വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തരാപ്പാൻ നടക്കുക. ആ സമയത്താണ് രചനയും ആദിയും അങ്ങോട്ട് കയറി വരുന്നത്. രണ്ടുപേരും ഇത് എങ്ങോട്ടാ കയറി പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി വരാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും ഇതെന്താ ഞാൻ ഹോട്ടൽ നടത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് മേനോൻ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പുറത്തേക്ക് പോയതോ? അതാ ചോദിച്ചത്, എവിടെയാണ് നിങ്ങൾ പോയതെന്ന്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയില്ലേ എന്ന് ആകാശ് മേനോൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിങ്ങനെ പറയാം. അത് പിന്നെ അപ്പോൾ എൻ്റെ മോളെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അവൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി, അതുകൊണ്ട് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിത്ര തെറ്റാണോ? ഞങ്ങൾ മഹേഷിൻ്റെ വീട്ടിൽ പോയതാണെന്ന് പറയണം. ഓ, അങ്ങനെ മഹേഷിൻ്റെ വീട്ടിൽ പോയതാണല്ലേ? അത് ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ രചന, ഈ അമ്മയെ തേടി മകള് എത്ര പ്രാവശ്യം ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, പറ രചന, എത്ര പ്രാവശ്യം ഈ വീട്ടില് നിന്നെ തേടി നിന്റെ മകള് വന്നിട്ടുണ്ട്? ചിപ്പിക്ക് നിന്നെ ആവശ്യമില്ല. അവൾ അമ്മയായിട്ട് കാണുന്നത് ഇഷിതയെയാണ്. അതുകൊണ്ട് ഇഷിതയെ മാത്രം അവൾക്ക് മതി. നിന്റെ പ്രസൻസ് ഒന്നും അവൾക്ക് യാതൊരു താല്പര്യമില്ല. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അവൾക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പ്രസവിച്ച മകളല്ലേ, എനിക്ക് എൻ്റെ മകളെ കാണാതിരിക്കാനായിട്ട് സാധിക്കോ? അത് തടയാനായിട്ട് ആർക്കും അധികാരമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ആര് പറഞ്ഞു? എൻ്റെ ചെലവിൽ എൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ പോകുന്ന രചന, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാം എന്ന് ആകാശ് ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ വഴക്കുണ്ടാക്കാനായിട്ട് അവിടെ ശ്രമിക്കുകയാണ്. പക്ഷെ ആദ്യം അവിടെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ നമ്മുടെ രചനയാണെങ്കിൽ, ആകാശ് എനിക്ക് ചുമ്മാ വഴക്കിടാനായിട്ടുള്ളൊരു സമയമൊന്നുമില്ല, ആദ്യം നീ കയറിപ്പോ, ഞാനും പോവാമെന്നും പറഞ്ഞുകൊണ്ട് രചന മേളിലേക്ക് കയറി പോവാ. ആദ്യം ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടാ അവിടെ നിന്നേടാ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? അല്ല, നിന്റെ ഡാഡിയെ കാണാൻ വേണ്ടി നീ പോയതാണല്ലേ? അതെ, എൻ്റെ ഡാഡിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. എന്തിനേക്കാളും വലുത് എൻ്റെ ഡാഡി തന്നെയാണ്. ഓഹോ, അത് ശരി, നീയാള് കൊള്ളാലോ. എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് നിന്റെ ഡാഡിയാണ് നിനക്ക് വലുതെന്നൊക്കെ പറയുന്നു. എങ്കിൽ പിന്നെ നിന്റെ ഡാഡിയോടൊപ്പം പോയി ജീവിക്കടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്കിള് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പുറത്താക്കുന്നേ, ഇവിടെ താമസിക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് അങ്കിൾ പറ. എന്താ അങ്കിൾക്ക് അത് പറയാനായിട്ട് കഴിയില്ലേ? പോകാനും പറയുന്നില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹസിച്ചു കൊണ്ട് വരികയും ചെയ്യുന്നു. ഇതെവിടുത്തെ ന്യായമാണ് അങ്കിളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ കൂടുതൽ വേഷം കെട്ടല്ലേടാ, നീ അങ്ങോട്ട് വളർന്ന് വലുതാകാമെന്ന് വിചാരിച്ചോ? പക്ഷേ ഈ ആകാശ് മേനോൻ അതിന് സമ്മതിക്കില്ല മോനെ. എന്നെക്കാലം വളർന്ന് നിന്റെ വളർച്ച ഞാൻ അങ്ങോട്ട് മുരടിപ്പിച്ച് കളയും അങ്ങോട്ട്, മനസ്സിലായോ? നിന്നെ വളരാനായിട്ട് ഈ ആകാശ് മേനോൻ സമ്മതിക്കില്ല. പിന്നെ നിന്റെ മമ്മിക്ക് എന്നെ വിട്ടു പോകാനായിട്ട് കഴിയില്ലടാ. കാരണം മമ്മിയെ ഒതുക്കുന്ന ഒരു ചരട് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിന്റെ മമ്മി ഒരിക്കലും എന്നെ വിട്ടു പോകില്ല. പൊന്നു മോനെ, നീ ഇപ്പട്ടെ കിടന്ന് എൻ്റെ ആട്ടും തുപ്പും കേട്ട് നരകിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ നിന്റെ ഡാഡിയോടൊപ്പം ഇറങ്ങി പോകേണ്ടി വരും. അത്രേ നിനക്ക് സംഭവിക്കുള്ളൂ മോനെ എന്ന് പറയുമ്പോൾ, നമ്മുടെ ആദ്യമാണെങ്കിൽ അങ്കിൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാങ്കളെ, ബാക്കിയെല്ലാം ഞാനും ചെയ്തോളാം, ഏതായാലും വെറുതെ വിടാനായിട്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആകാശ്, ഇവനിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ, മുളയിലേ നുള്ളണം, അല്ലെങ്കിലേ ശരിയാവില്ല എന്ന് ആകാശ് മേനോനും ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ റൂമിലിരുന്ന് ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ രചന വന്നിട്ട്, ആദി നീ എന്ത് പരിപാടി കാണിച്ചത്? നീ എന്തിനാണ് ആകാശ് മേനോനോട് ചുമ്മാ കയർത്ത് സംസാരിക്കാനായിട്ടൊക്കെ പോകുന്നത്? നിനക്കൊന്നും മിണ്ടാതിരുന്നോടെ? നമ്മൾ അവരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. എന്തിനാ മമ്മി നമ്മൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നമുക്ക് പോകാനായിട്ട് പാടില്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെ പോകാനായിട്ട് പറ്റില്ല, നമ്മൾ രണ്ടുപേരും അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് സാധിക്കില്ല. അതെന്താ മമ്മി, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന് രചനയോട് ചോദിച്ചപ്പോൾ രചനയ്ക്ക് ഉത്തരം മുട്ടി പോവാണ്. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്കിള് പറയുന്നത് കേട്ടു, മമ്മിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ചരട് അങ്കിളുടെ കയ്യിലുണ്ടെന്ന്.
അതുകൊണ്ട് മമ്മി ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല എന്നും പറഞ്ഞു. അത് ആകാശ് മേനോൻ നിന്നെ വെറുതെ വെറുപ്പേറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോഴാണ് ആ വഴി ആകാശ് വരുന്നത്. അപ്പോൾ ആകാശ് ഇവരുടെ സംസാരം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു കാര്യമില്ല മോനെ. പിന്നെ നീ ആകാശ് എന്തെങ്കിലും പറയുമ്പോൾ നീ രണ്ട് പറയാൻ നിൽക്കണ്ട. അത് അയാളെ കൂടുതൽ ചൂടേറ്റേ ഉള്ളൂ. ആകാശം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യും കേട്ടി നോക്കിയും കേട്ടുകൊണ്ടിരിക്കുക, അത്രയും മാത്രമേ പാടുള്ളൂ. അല്ലാതെ നീ പറയുന്നത് പോലെയൊന്നല്ല. അങ്ങനെയല്ല മമ്മി. പക്ഷേ അയാൾ വർത്തമാനം കേട്ടില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അയാൾ മമ്മിയെ പറ്റിക്കുകയാണ്. മമ്മിയെ ഉപേക്ഷിച്ചിട്ട് അയാള് ആ സുമി എന്ന് പറഞ്ഞ ആൻറ്റി ഇല്ലേ, ആ ആൻറ്റിയുടെ പിന്നാലെ കണ്ടോ. മമ്മിയുടെ സ്ഥാനത്ത് ആ സുമി ആൻറ്റിയെ ഇവിടെ കൊണ്ടുവരും അങ്ങള്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ആകാശ് ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഈ ചെറുക്കൻ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. ആളെ കില്ലാടിയാണല്ലോ, ഇവൻ ശരിക്കും കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ആകാശ് മേനോന് ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ രചന വീണ്ടും ആദിയോട് പറയണം, ആദി നിർത്താതി, നീ പല പ്രാവശ്യം സുമിയെക്കുറിച്ച് ഇങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സുമിയുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനും പോകുന്നില്ല. നിന്റെ ഈ എതിർപ്പും കാര്യങ്ങളും കാരണമാണ് സുമി വേറെ ഫ്ലാറ്റിലേക്ക് മാറിയത്. ഓ, വേറെ ഫ്ലാറ്റിലേക്ക് മാറിയെങ്കിലും ഇവിടെ തന്നെ ഉണ്ടല്ലോ മമ്മി. പിന്നെ എന്താണ്? ദേ ആദി, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ രണ്ടുപേരും കൂടി തെറ്റണത്. അത് ഇല്ലാതാക്കിക്കോ. സുമിയെ എനിക്ക് യാതൊരു സംശയവുമില്ല. അവൾ എന്നെ ചതിക്കില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. മമ്മിയുടെ വിശ്വാസം മമ്മിയെ രക്ഷിക്കട്ടെ. പക്ഷേ ലാസ്റ്റ് അടി കിട്ടാതെ നോക്കിയാൽ മതി മമ്മി. എനിക്ക് അത്രയും മമ്മിയോട് പറയാനുള്ളൂ എന്നൊക്കെ ആദ്യം പറയാ. അപ്പോൾ ആകാശ് മേനോന് ഇത് ശരിക്കൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയും ഇഷിതയാണ്. അപ്പോൾ ഇഷിത ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചോദിക്കുമ്പോൾ നമ്മുടെ മഹേഷ് പറയാണ്, എടോ തനിക്ക് എന്നെ മടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എന്താ മഹേഷ് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, ഈ കിടപ്പ് ഞാൻ എത്ര നാൾ കിടക്കുമെന്നാ, ഇനി അങ്ങോട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെങ്കിലോ, തനിക്ക് മടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മഹേഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണല്ലേ, അതിൻ്റെ കാര്യത്തിലല്ലേ പറഞ്ഞത്. മഹേഷ് അതെല്ലാം വിട്ടേര്. അമ്മ ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയി, അതല്ലേ, ക്ഷമിച്ചേര്. ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിൽ അത് ക്ഷമിക്കാം. പക്ഷേ ഇന്നും തൻ്റെ അമ്മ തന്നെ കണ്ടില്ലായിരുന്നോ? പല കാര്യങ്ങളും തന്നോട് പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിതാകെ ഞെട്ടിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത്, അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ഏതൊരമ്മയോ അങ്ങനെയൊക്കെ പറയുള്ളൂടോ. കാരണം സ്വന്തം മകളുടെ ഭർത്താവ് ദേ കിടന്ന കിടപ്പ്. അതുകൊണ്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ മകളുടെ ജീവിതം ഇല്ലാതായി പോവില്ലേ മഹേഷാണോ അതെല്ലാം തീരുമാനിക്കുന്നത്? ഡോക്ടർ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ലേ? ആ ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും മഹേഷ് എണീറ്റ് നടക്കും. അല്ലാതെ ജീവിതകാലം മുഴുവനൊന്നും മഹേഷ് ഈ വീൽ ചെയറിൽ ഇരിക്കാനായിട്ട് പോകുന്നില്ല. എടോ, തനിക്ക് വേണമെങ്കിൽ എന്നെ പിരിഞ്ഞു പോകാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. ഇഷിതയാണെങ്കിൽ, മഹേഷ് എന്താ പറഞ്ഞത്? അതേടോ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. തനിക്കൊരു ബാധ്യതയല്ലേ, അതുകൊണ്ട് എന്നെ വിട്ട് തനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. താൻ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പല പ്രാവശ്യവും ജീവിതം തുടങ്ങാൻ വേണ്ടി ഓരോ ടൂറുകളും പ്ലാൻ ചെയ്തു. ആദ്യം ചിപ്പിക്കൊരു ചെറിയൊരു അപകടം സംഭവിച്ചു. ഇപ്പതേ വലിയൊരു അപകടത്തിൽ തന്നെ വന്നു ചേരുകയും ചെയ്തു. അപ്പോൾ തൻ്റെ അമ്മ പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിൽ ഒരു തെറ്റുമില്ല ഇഷിത. തനിക്ക് നല്ലൊരു ജീവിതം വേണം. മഹേഷ്, മിണ്ടരുത്. ഇനി ഒരു അക്ഷരം പോലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകരുത്. എനിക്കിതൊന്നും കേൾക്കുകയും വേണ്ട. മഹേഷ് എന്നെക്കുറിച്ച് അങ്ങനെയാ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? എന്തു വന്നാലും ഏതു വന്നാലും മഹേഷിനെ വിട്ട് ഞാൻ പോയില്ല. എനിക്ക് മഹേഷ് ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയില്ല. അതേതൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ പോലും മഹേഷിനെ വിട്ട് ഞാൻ വേറൊരു ജീവിതം തേടി പോകുമെന്ന് മഹേഷിന് തോന്നുന്നുണ്ടോ മഹേഷേ? അപ്പോൾ എന്നെ അത്രമാത്രം വിശ്വസിച്ചിട്ടുള്ളല്ലേ മഹേഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഭയങ്കരമായിട്ടും കരയാ. മഹേഷ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മഹേഷിനെ വിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ ഇഷിത. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനാകെ സങ്കടം തോന്നുകയാണ്. ക്ഷമിക്കണോ, താനെന്നോട് ക്ഷമിക്ക്. ഒരു നിമിഷത്തേക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. മഹേഷിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും, താൻ എൻ്റെ ജീവനല്ലേ, എൻ്റെ മനസ്സ്, എൻ്റെ ജീവനല്ലേ താൻ എന്ന് ഇഷിതയോടും പറയാണ്. അങ്ങനെ ഇഷിതയുടെ കൈകൾ മഹേഷിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവിടെ കാര്യങ്ങളെല്ലാം പറയാണ്. ഇവിടെ തോറ്റ് തുന്നം പാടാനായിട്ട് പോകുന്നത് നമ്മുടെ രചന തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത്
ആകാശിനെയാണ്. അപ്പോൾ ആകാശ് നേരെ സുമിയുടെ ഫോണിലേക്ക് വിളിക്കുക. അപ്പം സുമി ഫോൺ എടുത്തേക്കുമ്പോൾ ആകാശാളാ എന്താ ആകാശ് എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും എടോ താൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്, തന്നെ ഒരുപാട് എനിക്ക് മിസ്സാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ മിസ്സാവുന്നുണ്ടോ, അതിന് നമ്മൾ തമ്മിൽ അധികം പരിചയപ്പെടാനായിട്ട് തുടങ്ങിയില്ലല്ലോ, പിന്നെ എങ്ങനെ പെട്ടെന്ന് മിസ്സാവുന്നത്? എടോ ചിലവരങ്ങനെയാ, പെട്ടെന്ന് മനസ്സിലേക്ക് അങ്ങോട്ട് കടന്നു കൂടി വരും. അങ്ങനെ താനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇവിടെയുണ്ട്. ഓ അങ്ങനെയാണോ? അതേടോ, താൻ താൻ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം തന്നെയാണ്. ഓ അങ്ങനെ ആശ്വാസത്തിന് ഞാനൊന്നും പറയാൻ പ്രവർത്തിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടോ തനിക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ എൻ്റെ ഒപ്പം? അത് നിങ്ങളുടെ ഒപ്പോ? അല്ല അപ്പം രചനയോ? ആ ആ രചന അവളും ഇതേപോലെയൊക്കെ തന്നെയാണല്ലോ. എടോ നമുക്കൊരു ലിവിങ് ടുഗെദർ ആവുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ആദി വരുന്നത്. ഇവരെന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ആദി അവിടെ തന്നെ അങ്ങ് നിൽക്കാം. അപ്പോൾ ആദ്യം വരുന്നതൊന്നും നമ്മുടെ ആകാശ് മേനോടെ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഈ സുമി പറയാണ് ലിവിങ് ടുഗെദറോ, എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല മോനെ. കാരണം ഈ ലിവിങ് ടുഗെദർ ഒരു ആത്മാർത്ഥതയുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും, ഇഷ്ടമുള്ളപ്പോൾ വരും. പക്ഷേ ലിവിങ് ടുഗെദറിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ ആകാശിനോട് ചോദിക്കാനുള്ളൂ, എന്നെ കല്യാണം കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശ് ഒന്ന് പതറി. എന്താ ആകാശേ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ കല്യാണം കഴിക്കാവോ എന്ന് ചോദിച്ചത്. അത് പിന്നെ സുമി കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണോ? അതെന്താ കല്യാണം കഴിക്കാൻ പാടില്ലേ? കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാകും, അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ആകാശ് മേനോൻ പറ അത് പിന്നെ സുമി ഞാനേ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം, എന്നിട്ട് തന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം, മതി, അത്രയും മാത്രം മതി, അത്രയും മാത്രം എനിക്ക് കേട്ടാലും മതി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാം. അപ്പോഴേക്ക് സുമി ആകാശ് മേനോനെ രചനയല്ല ഞാൻ, ഈ സുമിതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്നെ പാട്ടിലാക്കാനായിട്ട് നോക്കുകയാണ് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുമി വല്ലാത്ത രീതിയിലൂടെ സംസാരിക്കുക. അപ്പോൾ ആദിക്കാണെങ്കിൽ ആകെ ഡൗട്ട് തോന്നുകയാണ്, ഇതാരാണെന്ന് അറിയാൻ വേണ്ടി തന്നെ. കാരണം തൻ്റെ മമ്മിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആകാശ് മേനോണെന്ന് ശരിക്കറിയാം. അത് സുമി തന്നെയാണ്, സുമി ആൻറ്റി തന്നെയാണെന്ന് മമ്മിയോട് പറഞ്ഞാൽ എത്ര മനസ്സിലാവില്ലെന്ന് നമ്മുടെ ആദി മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ആദി രണ്ടും കൽപ്പിച്ച് ആ ഫോണിലെ ഈ കോൾ റെക്കോർഡൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.